ഇന്ന് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലാണ് ട്രക്കിംഗ് എടുത്തിരിക്കുന്നത്. പ്രഭു ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. ചേട്ടനാണ് നമ്മളെ ഇന്ന് കാട് കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രീൻ വോക്ക് ആണ് നമ്മളിന്ന് എടുത്തിരിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പയ്യെ കാട്ടിലേക്ക് കയറിയേ. ഇത് കണ്ടേക്ക് ചിലർ പെരുക്കി വിലക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു മരത്തിൽ ഏകദേശം ഒത്തിരി കായുണ്ട്, പക്ഷേ 1-2 കാണത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ചന്ദ്രൻ ഭയങ്കര റയറായി സാധനം കിട്ടാൻ. നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിങ്സ് പിന്നെ മലയണ്ണാനായിരുന്നേ. ഒരുപാട് മലയണ്ണാനെ ഞങ്ങൾ കണ്ടു. പിന്നെ അതിലൊരെണ്ണത്തിൻ്റെ വീഡിയോ എടുത്തുള്ളൂ. അത് കുറച്ച് ക്ലോസ് റേഞ്ചിൽ കിട്ടിയുണ്ട് അവൻ്റെ അടുത്ത്. കുറച്ച് നേരം അവനെ ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നു. പിന്നീട് കിട്ടിയത് ചക്കയെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കരിങ്കരങ്ങനെയായിരുന്നു, നീൽഗിരി ലങ്കൂർ. പിന്നെ നോക്കിയേ, ആ ഫെൻസിങ്ങിൻ്റെ അപ്പുറം നിറയെ കാട്ടികൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ നല്ല ക്ലോസ് റേഞ്ചിൽ തന്നെ ഒരു കൂട്ടം കാട്ടികൾ. എനിക്ക് തോന്നുന്നു ഒരു 20-ന് മേളിൽ തന്നെ കാട്ടികളുണ്ട് അവിടെ. നല്ല വെയിലൊക്കെ ആയപ്പം അവർ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മളവരെ നോക്കി നിന്നു. പിന്നെ കിട്ടിയ സൈറ്റിങ്സ് 3 സാമ്പാർ ഡിയറായിരുന്നു. ഒരു മെയിലും 2 ഫീമെയിൽസും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മ്ലാവാണ് താരം. ആ മരത്തിൻ്റെ മേളിലൊരു തേനീച്ചക്കൂടുണ്ടേ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇപ്പം നിങ്ങൾ ഈ കേട്ട ശബ്ദം കോഴിവേഴാമ്പലിൻ്റെ ആണേ. കോഴിവേഴാമ്പലിൻ്റെ സവിശേഷതകളും കാര്യങ്ങളും മറ്റു മൃഗങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രഭുചേട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞു തരും. എന്നിട്ട് അകത്ത് പോയിട്ട് അവൻ്റെ ഇത് അടയ്ക്കും. അതിൻ്റെ ബീക്ക് മാത്രം വെളിയിൽ നിൽക്കുന്ന പോലെ. പിന്നെ അതിനുശേഷം അവൻ്റെ തൂവലൊക്കെ പറിച്ചിട്ട് ബെഡ് പോലെ ഉണ്ടാക്കി അത് പുറമെ മുട്ടയിടും. മുട്ടയിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ മെയിൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. ആ സമയങ്ങളിൽ മെയിലിന് എന്തെങ്കിലും പറ്റി അഥവാ മരിച്ചു ചത്തു എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി തന്നെ തീരും. കൂട്ടിന് ചാകും. കാരണം ഫുഡില്ലല്ലോ, വേറെ ഹോൺബിൽ സഹായിക്കത്തില്ല. അവരുടെ ഫാമിലി അവർ തന്നെ നോക്കണം. അവരുടെ ഒരു ഹിസ്റ്ററി അങ്ങനെ ഇതാണ്. വേറെ പുറത്ത് പോകത്തുമില്ല. ചില സമയം ഫ്രൂട്ടും പാമ്പിന് വരെ പിടിച്ചു കൊടുക്കും. പാമ്പിനും പിടിച്ചു കൊടുക്കും. പാമ്പ് ഈ കാട്ടുപോത്തിനെ പിടിച്ചിട്ട് ഉടനെ ഫ്രഷായിട്ട് കഴിക്കത്തില്ല. ഒരാഴ്ചയിട്ട് അരിയിട്ടതിന് ശേഷം അവനെ കഴിക്കത്തുള്ളൂ. കാരണം അവന് അനപ്പല്ലുണ്ട്, പക്ഷേ ചെറുതാണ്. അത് മാത്രമല്ല, ഈ കാട്ടുപോത്തിൻ്റെ മീറ്റ് വെരി സ്ട്രോങ്ങാണ്. അപ്പോൾ അത് കാരണം ചൂയിങ് ചെയ്യാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ ചീഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഈസി ആയിട്ട് ജ്യൂസ് പോലെ കുടിക്കുകയും ചെയ്യാം. പിന്നെ നാവ് കൊണ്ട് അതിൻ്റെ ഇതുണ്ട്, സ്പൈക്ക് പോലത്തെ സാധനമുണ്ട്, സക്ക് ചെയ്തെടുക്കും. അത് നാവ് കൊണ്ട് എടുത്ത് ഒരു 4 കിലോ 5 കിലോയ്ക്ക് എടുത്ത് വിഴുങ്ങും, ചവയ്ക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഒരാഴ്ച ഇട്ടിട്ട് അത് വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മാറി ഈ ആ ഡേ സമയങ്ങളിൽ വന്നിട്ട് ആൾക്കാരുടെ പെസൻസി ഉള്ളത് കാരണം കൊണ്ട് മാറി നടക്കും. പക്ഷേ ഇവൻ പിടിച്ചിടുന്നത് വേറെ ആനിമൽസ് എടുക്കില്ല. മറ്റേ നമ്മുടെ കാട്ടുപട്ടി ഇല്ല, എടുക്കത്തില്ല. കാരണം ഈ കടുവ അടുത്ത് തന്നെ എവിടെയെങ്കിലും കാണും, ഇവന് അടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ അങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ കില്ലുള്ള അടുത്ത് ടൈഗർ ഉണ്ടാവും. പക്ഷെ ആൾക്കാർ ഇത് വരുമ്പോൾ തന്നെ മാറിപ്പോയി. കാരണം മനുഷ്യനെ പേടിയാണ്. അറിയാം ആൾക്കാർ ബന്ധപ്പെട്ട് മനുഷ്യനെ ടൈഗറിന് പേടിയാണോ? പേടിയെന്നല്ല, അവന് പണ്ടത്തെ ആൾക്കാർക്ക് ഹണ്ടിങ് ഒക്കെ ചെയ്യുന്നല്ലേ, അങ്ങനെ ഒരു പേടിയൊക്കെ കാണുമായിരിക്കും. അതിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണവന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഭയങ്കരന്മാരാണ്. അങ്ങനെ നമ്മുടെ ഇപ്പം മനുഷ്യരായാലും നമ്മൾ പറഞ്ഞ് വളർന്നു വരുന്ന അനുസരിച്ച് നമ്മുടെ അച്ഛനമ്മ പറഞ്ഞു കൊടുക്കും ഇന്ന സംഭവമാണ് പറഞ്ഞു. അതുപോലെ തന്നെ തലമുറ കൈമാറി കിട്ടും. കൈമാറി പോകും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട്.
കിട്ടാതെ വന്നാൽ നമുക്കിപ്പോൾ ട്രക്കിംഗ് ചിലപ്പോൾ നടക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളവരെ ഹണ്ടിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കാട്ടുപോത്തൊന്നും ഇല്ലെങ്കിൽ, കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ തേയിലത്തോട്ടം ഇങ്ങനെയൊക്കെ പോകത്തില്ല, അവിടെയൊക്കെ പിടിക്കുന്നത് അങ്ങനെയാണ് കാട്ടുപശു. ചേട്ടാ, അത് ഹണ്ട് ചെയ്യാൻ പറ്റാത്ത ടൈഗേഴ്സ് ആയിരിക്കത്തില്ലേ മനുഷ്യനെ പിടിക്കുന്നത്? മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ പറ്റാത്ത, പല്ലൊക്കെ ചെയ്യാൻ പറ്റാത്ത പ്രായമായി ഇത് അങ്ങനെ ചെയ്യും. പക്ഷെ ഇതൊന്നും ഞാൻ പറഞ്ഞത് ഏകദേശം ഇല്ലാതെ വന്നാൽ, അതായത് കാട്ടുപോത്തോ അവന് കഴിക്കാനുള്ള സാധനം ഇല്ലാതെ വന്നാൽ ചിലപ്പം നാട്ടിലെ പശു പിടിക്കുന്നത് മനുഷ്യന്മാരെ പിടിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലാതെ വന്നാൽ. ഇവിടെ നല്ല ഡെൻസിറ്റി ഇല്ല ചേട്ടാ ഇതിനകത്ത്, ടൈഗർ നല്ല ഉണ്ടല്ലോ. ലാസ്റ്റ് ഇത് നമുക്ക് 37 വരെ ഇട്ടിട്ടുണ്ട്. 37? ക്യാമറ വെച്ചിട്ടുണ്ടോ? ക്യാമറ ഉണ്ടോ? ക്യാമറ വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ അറിയാമോ, ഇപ്പം ഒരു മരത്തിൽ ഇത്ര ഹൈറ്റിലാണ് വയ്ക്കുന്നത്. അവൻ്റെ അഡൽട്ടിൻ്റെ ഫോട്ടോ എടുക്കാനും 5 മിനിറ്റ് വീഡിയോ എടുക്കും. ഓട്ടോമാറ്റിക് ഫോട്ടോയും 5 മിനിറ്റ് വീഡിയോയും കിട്ടും. അതായത് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ തന്നെ അവൻ്റെ ഫോട്ടോ എല്ലാം കിട്ടും. പക്ഷേ ഇത് സെൻസസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രൈപ്പാണ്. മെയിനായിട്ട് ഇവിടെ എടുക്കത്തില്ല, കയ്യും കണ്ട് അങ്ങനെ എടുക്കത്തില്ല. കാരണം അത് നടക്കാത്ത ഒത്തിരി സൈറ്റാണ്, അപ്പോൾ അത് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ ബെല്ലിയുടെ ഈ ഭാഗത്ത് കറക്റ്റ് അതിൻ്റെ ഒത്തിരി മൂവിങ് ഇല്ല, അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ വര വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ അത് ഈ കടുവയുടെ സെൻസസ് എടുക്കുന്നത്. ഓ ശരി, അല്ലെങ്കിൽ കണ്ടതിനെ തന്നെ പിന്നെ കാണുമല്ലേ? നമുക്ക് ഇത് കിട്ടിയത് ഇത്രേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിന് ക്യാമറ കിട്ടാത്ത ഇത്ര കടുവയാണ്. അപ്പം 37 കൂടുതൽ കാണും ചിലപ്പോൾ, ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല, അതുകൊണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3-4 കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൽ കടുവ ഇതിലെ ഒരു കുഞ്ഞിനെ കഴിക്കും. കാരണം പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. പൂച്ച തിന്നുന്നത് തന്നെ, പൂച്ച തിന്നുമ്പോൾ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ഇപ്പം ഇത്തരം സ്ക്വയർ 925 സ്ക്വയർ കിലോമീറ്ററിൽ ഒരു ടൈഗറിന് 20-25 സ്ക്വയർ കിലോമീറ്റർ വേണം. അങ്ങനെ വരുമ്പോൾ സ്ഥലം തികത്തില്ല. അങ്ങനെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. പിന്നെ അവർ തമ്മിൽ അടി ഉണ്ടാകുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് മെയിൽ. അങ്ങനെ ഒരു 1-2 അല്ലെങ്കിൽ 3 മാക്സിമം കാണും. ബാക്കി ഉണ്ടെങ്കിൽ കഴിച്ചു. ഇത് മാൻ്റെ കൊമ്പാണ്. ശരിക്കും മാൻ മ്ലാവുണ്ട്. അപ്പോൾ ഇത് വൈൽഡ് ഡോഗ് പിടിച്ചാണ്, അത് കഴിച്ചിട്ട് ഇട്ടുണ്ട്. അതന്നെ, ഇത് മുള്ളമ്മ കഴിച്ച് കഴിക്കാണ്. അതിൻ്റെ കാൽസ്യത്തിന് വേണ്ടി കഴിക്കുന്നത്. സാമ്പാർ ഡിയർ അല്ലേ? സാമ്പാർ ഡിയർ ഏകദേശം ഇത് ഒരു 2-2.5 വർഷമായി കാണും. പക്ഷേ അതിൻ്റെ വെയിറ്റ് ഇപ്പോഴും ഉണ്ട്. വീട്ടിൽ നിന്ന് കോച്ചിങ് ഒക്കെ അങ്ങനെ ഇല്ല. കാരണം ഇവർക്കറിയാം, റൂട്ടൊക്കെ അറിയുന്നത് കാരണം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അവർ ആ പരിചയം നോക്കി കണ്ടുപിടിച്ച് പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ചന്ദ്രപുരം പോകാറില്ല. ഹണ്ടിങ് അങ്ങനെ ഒരു സംഭവം മരം മുറിച്ചും ഇതൊക്കെ ചെയ്ത് അപ്പോൾ അവർക്ക് ജോലി ആയത് പറഞ്ഞ് ഇപ്പോൾ അവർ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് കേരള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ലൊരു സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. കുറേ അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട് അവർ. ജോലി കൊടുത്ത് നമ്മുടെ കേരള ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കൊടുത്ത് അവർ തന്നെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ ടൂറിസം ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. മുമ്പ് ചന്ദനം വെട്ടി ആനയൊക്കെ വെടിവെച്ച് അതിൻ്റെ കൊമ്പെടുത്ത് പിന്നെ കടുവയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവർക്ക് തന്നെ കൊടുത്ത് അവർക്ക് ക്ലാസ്സൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇപ്പോൾ അവർ ടൂറിസം ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരിപ്പം വെളിയിൽ വന്നു, വിട്ടത്ത് അതാ വിടിയൻ എന്നൊരു വെളിച്ചത്തിലെത്തി അതിൻ്റെ ഒരു കോച്ചിങ്ങൊക്കെ നിർത്തി. ഗ്രീൻ വോക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.